പ്രിയമുള്ള സഹോദരൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ലുസുന്നയുടെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെയൊക്കെ ഈമാനിൻ്റെ ഒരു സുരക്ഷിതത്വത്തിന് അത് ഉപകരിക്കുമെന്നതുകൊണ്ടാണ്. അദ്ദേഹം പറയാണ്, കാന സലഫു യക്റഹൂന ശിക്വ ഇലൽ ഖൽഖി. നമ്മുടെ പൂർവികരായ ആളുകൾ, പണ്ഡിതന്മാരൊക്കെയും അവരുടെ സങ്കടങ്ങളും ആവലാദികളും അല്ലാഹു അല്ലാത്ത ഒരാളോടും അവർ പങ്കുവെക്കാറുണ്ടായിരുന്നില്ല. കാരണം ഇൻകാന ഫീഹ റാഹ, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം, നമ്മുടെ സങ്കടം ഒരാളോട് നമ്മൾ പങ്കുവച്ചാൽ നമുക്കൊരു ആശ്വാസം കിട്ടും. എങ്കിലും ഇന്ന ഫീഹ ദില്ല വളുഅഫ, പക്ഷെ അതില് സത്യസന്ധമായി നോക്കി യഥാർത്ഥത്തിൽ ഒരു നിന്ദതയും ഒരു ദൗർബല്യവും യഥാർത്ഥത്തിൽ അതിലുണ്ട് എന്ന്. വസ്സബ്റു അലൈഹ, എന്നാൽ മറ്റൊരാളോട് പങ്കുവയ്ക്കാതെ അല്ലാഹുവോട് മാത്രം പറയുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത് ദലീലുൻ അലാ ഖുവ്വത്തി നഫ്സി വ ഇസ്സി, ഒരാളുടെ ഈമാനിന്റെയും അടയാളവും അവന്റെ മനക്കരുത്തിന്റെയും അടയാളവുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സങ്കടം നമ്മൾ ആദ്യമായി ആശ്വാസം കണ്ടെത്തുക എന്തായിരിക്കും? അത് നമുക്ക് വിശ്വാസമുള്ള ഒരാളോട് ഷെയർ ചെയ്യുന്ന. അപ്പൊ യഥാർത്ഥത്തിൽ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു വസ്തുത ഉണ്ടെങ്കിൽ ശരി, യഥാർത്ഥത്തിൽ അതൊരു നിന്ദതയാണ്. നമ്മുടെ ഒരു സങ്കടം പോയി ഒരാളോട് പറയുമ്പോൾ അയാളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ആത്യന്തികമായി ഒരാൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ തൽക്കാലം സാരില്ലാന്നൊക്കെ പറയുമെങ്കിലും അതൊരു യഥാർത്ഥത്തിൽ ഒരു നിന്ദതയാണ് എന്നതാ. മറ്റൊരു നമ്മുടെ ദൗർബല്യമാണല്ലോ അത് സൂചിപ്പിക്കുക. ഇനി ഇത് ആരോടും പങ്കുവെക്കാതെ, ഇപ്പൊ നമ്മളെ ആരോടെങ്കിലും പങ്കുവെച്ചാൽ പോലും അവർക്ക് പരിഹരിക്കണമെന്നില്ല. അതൊന്നും പറയാതെ അല്ലാഹുവോട് മാത്രം പറയുകയും അതിൽ ക്ഷമിച്ചു നിൽക്കുകയും ആണെങ്കിൽ അയാളുടെ ഈമാനിന്റെ കരുത്തും അവന്റെ മനോബലത്തിന്റെ മനസ്സിന്റെ ശക്തിയുമാണ് ആ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി അത്തരത്തിലുള്ള നിന്ദതകൾ പേറാതെ അല്ലാഹുവോട് പറയാ, ബാക്കിയുള്ളതിൽ പരമാവധി ക്ഷമിക്കുക. മറ്റൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് വലിയ കുറ്റമായിട്ടല്ല, പരമാവധി നമ്മൾ ക്ഷമിക്കുകയും പടച്ചവനോട് മാത്രം പറഞ്ഞാൽ അതിന് വലിയൊരു ഇസ്സത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത്തരം കാര്യത്തിൽ പടച്ചവൻ നമുക്ക് ആശ്വാസം തകരുന്ന ആ ഒറ്റ വിശ്വാസത്തോടുമായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.